ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടില് റെസ്റ്റ് ഡേ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ പറയാറുള്ളത് ഞായറാഴ്ച ആയിരിക്കും ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക എന്നും പറയുന്നുണ്ട് അല്ലെ. രണ്ട് കാറ്റഗറിയും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എന്തായാലും കുറച്ച് സമയം, ഒരു 1 hour എങ്കിലും നിങ്ങൾക്ക് മീ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയം കൊടുക്കാൻ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. കുറെ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവാം. അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെന്ന് കാർട്ടിൽ ഇട്ട് വെച്ചിരുന്ന സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കുറെ ആയി വിളിച്ചിട്ട് എന്ന് തോന്നുന്ന ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചെയ്യാം. കാരണം നമ്മുടെ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് മാനിഫെസ്റ്റേഷനുകളൊക്കെ പെട്ടെന്ന് നടക്കാറുള്ളത്. നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഫ്രീ വീലിൽ മാത്രം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കണക്ഷൻ വരുന്ന കാര്യം മാത്രം ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയാ, ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യിക്കാതിരിക്കുക. നല്ലത് വരുന്നതൊക്കെ അട്രാക്ട് ചെയ്യുക, പോസിറ്റീവായിട്ട് ക്ലൈം ചെയ്യുക, കമന്റ് ഇടുക. അത് മറ്റുള്ളവർക്കും കൂടെ, നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതൊരു ഇൻസ്പിറേഷനും കാര്യങ്ങളും ആണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജിയും എന്റെ എനർജിയും കൂടെ ആയിട്ട് ഒന്ന് കണക്ട് ആവും. അപ്പൊ എനിക്ക് കുറെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി കണക്ഷൻ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന രീതിയിൽ എനിക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. വളരെ നല്ല കാർഡ് സ്പ്രെഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ എടുക്കുക. അതിന്റെ വേണ്ട ഗൈഡൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുക. അപ്പൊ ആദ്യത്തെ കാർഡ് തടസ്സം എന്നാണ്. നമുക്ക് ഹെഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു വിഷമം തോന്നും. പക്ഷെ ഇവിടെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടമാണിത്. പക്ഷെ ശ്രദ്ധക്കുറവ് എന്ത് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും. പ്രചോദനം പുതിയ മാറ്റത്തിന് വഴിയൊരുക്കും. അപ്പൊ എന്താണ് ഈ ഒരു ഇത് കയറി പോവുകയാണ് അല്ലെ, ഒരു ഹൈക്ക് അല്ലെങ്കിൽ ഒരു മല കയറ്റമാണ് ഇപ്പൊ ഇവിടെ. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കേറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചെറിയ എവിടെയെങ്കിലും ഒക്കെ ശ്രദ്ധ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അശ്രദ്ധ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബ്ലോക്കേജസ് സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പുതിയ മാറ്റത്തിന് വഴിത്തിരിഞ്ഞ് വരുന്നത്. നിങ്ങൾ മാറണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, അതിന് ഇൻസ്പിറേഷൻ ആയിട്ട് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. അതാണ് ഈ കാർഡിൽ പറയുന്നത്. അടുത്തത് ബന്ധം. ഇന്നലെയും ഇതുപോലൊരു കാർഡ് നിങ്ങൾക്ക് വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. അതോ ഇല്ല, ഇത് ഇന്നലെ എൻ്റെ ക്ലാസ്സിലെ മായ ചേച്ചിക്ക് വായിച്ചു കൊടുത്തതാണ് ഇതുപോലൊരു കാർഡ്. അപ്പൊ അതല്ല, അത് നിങ്ങൾക്കല്ല വന്നത്. ഓക്കെ, ശരി. ഭൂതകാല ഓർമ്മകളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ അങ്ങനെ ആയിരുന്നല്ലോ, ഇങ്ങനെ ആയിരുന്നല്ലോ, ഞങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്നല്ലോ, ഞാൻ അത്രയും സന്തോഷിച്ചിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പരിതപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. അതിനാൽ തന്നെ വ്യക്തിബന്ധത്തിൽ പരാജയം സംഭവിക്കും. അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ആ മനുഷ്യൻ ഇങ്ങനെ ആവണമെന്നില്ല, അല്ലെങ്കിൽ അവർ ഇങ്ങനെ ആവണമെന്നില്ല. അവർക്ക് എനർജി എക്സ്ചേഞ്ചും കാര്യങ്ങളും എല്ലാം വരും. ആ ഒരു കാലചക്രം അവിടെ നിന്ന് പതുക്കെ കറങ്ങി തിരിഞ്ഞ് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ജീവിക്കുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരന്ന് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഇന്നിങ്ങനെ നമ്മളും അങ്ങനെ ആയിരുന്നില്ലല്ലോ, നമ്മളും പണ്ട് അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോ ചില ആൾക്കാരൊന്നും മാറ്റം ഒന്നിലും മാറില്ല എന്ന് ഉറച്ചു തീരുമാനിച്ച ആൾക്കാർ പിന്നെ ഒന്നിലും മാറൂല്ല കേട്ടോ. അപ്പോ നമുക്ക് ഇറിറ്റേഷൻ, ഈ മിഥുനത്തിലെ ഉർവശീന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്നെ നിങ്ങൾ ഈ ഇത്രാമത്തെ വരിയില് ഞാനിട്ട പട്ടുപാവാട നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഉടുത്ത സാരി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അന്ന് എഴുതിയതല്ലേ എന്ന് പറഞ്ഞ ആ ലെറ്ററും കൂടെ കൊണ്ടുവന്നിട്ട് ലാലേട്ടനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അത് നമുക്കാണെങ്കിൽ പോലും എന്താവും, ബുദ്ധിമുട്ടാവും. നമ്മൾ അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ന് ചിന്തിക്കുക. അപ്പൊ നമുക്ക് എന്ത് ഫീല് വരും, അതന്നെയായിരിക്കും അവർക്കും ഉണ്ടാവുന്ന ഫീല്. അപ്പൊ നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പോ നമ്മൾ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അവരുടേതായ സ്വാതന്ത്ര്യം. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിരുന്നെങ്കിൽ മാത്രമേ ബന്ധങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ കെട്ടിയിട്ട്
പട്ടി വളർത്തുന്ന പോലെ നമ്മുടെ ചുറ്റും കിടന്ന് കറങ്ങണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പറ്റില്ല. തിരിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരാണ് നമ്മളെങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം. അവരുടെ കാലും തോട്ടിൽ നിങ്ങൾ കിടക്കുന്നതായിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും അനുഭവിച്ചു പോയവർക്ക് അതിന്റെ വിഷമം എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതേപോലെ തിരിച്ചും അങ്ങനെ തന്നെ ആവണം. ഓക്കെ, ആസൂത്രണം ചെയ്യുന്നതിലെ ആത്മവിശ്വാസക്കുറവ് അശുഭകരമായ ഫലത്തെ തരും. അതായത് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട്. അതിൽ പരാജയം വന്നാൽ, പ്ലാനിങ്ങില് മിസ്റ്റേക്ക് വന്നാൽ, അല്ലെങ്കിൽ അതിലൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വന്നാൽ അത് അട്രാക്ട് ചെയ്ത് വരും. ഇപ്പൊ നമ്മള് നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാവും. നമ്മളത് നടക്കോ നടക്കില്ലേ പറഞ്ഞൊരു റീതിങ്ക് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്ത് അതായിരിക്കും സംഭവിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അത് ഏറ്റവും നന്നായി സക്സസ് ആവുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് മെഡിറ്റേഷൻ. നല്ല കാർഡാണ്, എല്ലാവരും ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ആത്മാവ്. ചോദിക്കാറുണ്ട് എവിടെയാണ് ആത്മാവ് സ്ഥിതി. അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനമൊന്നുമില്ല. ഈ ഒരു കാർഡിൽ കണ്ട സംഭവം വെച്ച് ഞാൻ പറയാണ്. അത് ശരിയാവണം എന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ അത് വിട്ടുകളെ. ഓരോരുത്തരും ചിലർ പറയും ബുദ്ധി ഇവിടെ തേടയുടെ ഭാഗത്ത്, മിക്കവാറും തേടയുടെ ഭാഗത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഇതില് നമ്മുടെ വെളിച്ചം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ ക്ലാസ്സിലുള്ളൊരു സ്റ്റുഡന്റ് എന്ന് ഞാൻ പറയില്ല, എൻ്റെ ഒരു ചേട്ടൻ ബ്രദർ, അദ്ദേഹം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 2 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ കൊണ്ട് ചിലപ്പോ അത്രയും മിക്കവാറും ഏറിപ്പോയ ഒരു മണിക്കൂറൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ടാവും. എന്നാലും തന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഡിസ്റ്റർബൻസ് വന്ന് ഞാനത് അതായത് അത് വൈൻഡപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ആ ചേട്ടൻ 2 മണിക്കൂർ, ആളാണെങ്കിൽ നല്ലൊരു ബിസിനസ്മാൻ ആണ്, തൃശ്ശൂർ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിന് ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ അദ്ദേഹം ആ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ആളിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ടാരോ ക്ലാസിന്റെ ഇടയിൽ ആളത് പറയുന്നുണ്ട്. 2 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ടീച്ചറെ നന്നായിട്ട് മാറ്റം സംഭവിക്കുന്ന ആള് എഴുതി ഒപ്പിട്ട് തരും. ഓക്കെ, അതേപോലെ ആള് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എഴുതുന്ന ആളാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആളാണ്, അഫർമേഷൻ പറയുന്നത്. അതൊക്കെ ആൾക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട് എന്നാണ് ആള് പറയുന്നത്. അപ്പൊ നിങ്ങളും ധ്യാനം മസ്റ്റാക്കാൻ ശ്രമിക്കുക. അശ്രദ്ധ സന്തോഷത്തെയും ആനന്ദമാവുന്ന അനുഭവത്തെയും കളയും. ജ്ഞാനം ലഭിക്കാൻ നേർക്കാഴ്ചകൾ ആവശ്യമാണ്. അതായത് നമ്മളെ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്ന ശ്രദ്ധ കുറവ് നിങ്ങൾക്ക് തടസ്സം കൊണ്ടുവരുന്നത്. ഇതിൽ ഈ കാർഡിലും വന്നിരിക്കുന്ന നോക്കൂ, അത് തന്നെയാണ്. നിങ്ങളുടെ അശ്രദ്ധയാണ് നിങ്ങൾക്ക് സന്തോഷത്തെ തരുന്ന അനുഭവത്തെ തടയുന്നത് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് അലേർട്ടായിട്ടിരിക്കുക. അപ്പോൾ അലേർട്ട്നെസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷനും കൂടെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അഴിമതി എന്നുള്ളൊരു സംഭവം, ഇത് കാണുന്നുണ്ടോ? ഒരു ഡോളർ നിറച്ച ചാക്ക്, 2 ആൾക്കാർ ബിസിനസ് ഡീല്, ഒരാൾ ഇപ്പുറത്ത് നിന്നിട്ട് അത് അടിച്ചു മാറ്റുകയാണോ അതോ ഇവർക്ക് കൊടുക്കുകയാണോ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ 2 പിള്ളേർ ഇരുന്നിട്ട് തലയും കണ്ണൊക്കെ പൊത്തിയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ പ്ലാൻ ഇടുന്നുണ്ട്. ഇവിടെ നീതി ദേവതയുടെ പോലെ ഒരു ത്രാസ് ഉണ്ട്. ഇതാണ് ഈ ഒരു കാർഡിൽ കാണുന്നത്. ഇവിടെ എന്താ പറയുന്നത്? കഷ്ടപ്പെട്ട് നീതി നേടുക. അതായത് നീതി തേടേണ്ടി വരും. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല കഷ്ടപ്പാടുണ്ട് എന്നാണ് പറയാ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുപോകുക. അതായത് നമുക്ക് ചതിക്കുക, ഒറ്റിക്കൊടുക്കുക, അതിനാൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇതൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. നിങ്ങൾക്കെതിരെ അഴിമതി നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കാരണം വളർച്ചയുടെ ഘട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ബന്ധത്തിലായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല നെഗറ്റീവ് അദൃശ്യ ശക്തികളും തടസ്സത്തിനും അഴിമതിക്കും, നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് പറയാ, നിങ്ങളെ വാക്കുകളെ വളച്ചൊടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതിൽ നിങ്ങൾക്ക് ഓപ്പോസായിട്ട് ആൾക്കാർ പ്ലാൻ ഇടുന്നുണ്ടാവും, പദ്ധതി ഇടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതാണ് വീണ്ടും പറയണത്, ശ്രദ്ധ എന്നുള്ളൊരു സംഭവം. നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ശ്രദ്ധ കുറവ് നല്ല പോലെ ഉണ്ട്. ഞാൻ ഉൾപ്പെടെ പറയാം, എനിക്കും ഉണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിന്റെ യൂസേജ് നല്ല രീതിയിൽ നമുക്ക് ബ്രെയിൻ ഫോഗ് എന്നുള്ളൊരു സംഭവം സൃഷ്ടിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും ബ്രെയിൻ ഫോഗ് എന്ന്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. അതെന്താണ് നമുക്ക് വരുന്ന മാറ്റം, നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധക്കുറവ് നല്ല രീതിയിൽ വരാനുള്ള, അതായത് ഒരു ഉദാഹരണം പറയുന്നത്, നിങ്ങളിപ്പോ ഒരു റൂമിൽ പോയിട്ട് എന്തിനാണ് ഇപ്പൊ ആ റൂമിൽ പോയത്, നമ്മൾ എന്തിനാ ഇപ്പൊ റൂമിൽ എത്തിയതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ
ഒരു ബുക്ക് എന്തെങ്കിലും വായിച്ചു തുടങ്ങി എന്നുണ്ടെങ്കിൽ ആ ബുക്ക് ഒരു 2 പേജൊക്കെ വായിച്ചാലും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായി, അതായത് നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടാവില്ല. മനസ്സിലാകായികയല്ല, മലയാളം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടും. അത് കഴിഞ്ഞ് 2ാമത്തെ പേജ് എത്തുമ്പോൾ ആദ്യം എന്താണ് ഞാൻ വായിച്ചത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ബ്രെയിൻ ഫോക്കിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ആൾക്കാർ മൊബൈൽ യൂസേജ് നല്ല രീതിയിൽ കുറയ്ക്കുക. പിന്നെ അതേപോലെ ഈ പറഞ്ഞ മെഡിറ്റേഷൻ, ചിന്തകൾ കൺട്രോൾ ചെയ്യുക, നോ തോട്ടിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ആഗ്രഹം. അടിപൊളി കാർഡാണത്. സമ്പുഷ്ടമായ ഭാവിയാണ് ആഗ്രഹമെങ്കിൽ അല്പം വെല്ലുവിളിയും നേരിടാൻ തയ്യാറാവണം. അമിതമായി ആഗ്രഹിച്ചാൽ നിശ്ചയമായും സഫലീകരിക്കും. ഒരു 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 ലേഡി അല്ലെങ്കിൽ ഒരു ഗോഡ്നസ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ദേവത, അത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്ക് സമ്പുഷ്ടമായ ഭാവിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്താണ്, കുറച്ച് ചലഞ്ചൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ കർമ്മദോഷം കത്തിത്തീരുകയാണ്. അപ്പോ ചെറിയ 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 എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുഞ്ഞു അവിടെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഒന്നത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാവേണ്ടി പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോയാൽ നിങ്ങൾക്ക് പിന്നെ യാതൊന്നും നടക്കില്ല. അപ്പൊ അമിതമായി ആഗ്രഹിച്ചാൽ നിശ്ചയമായും എന്ത് കിട്ടും, ഫലം കിട്ടും എന്ന് തന്നെയാ പറയണത്. അപ്പൊ നിങ്ങൾ നന്നായി ആഗ്രഹിച്ചു, നിങ്ങൾക്ക് ആ കിട്ടുന്ന ഫലം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. യൂണിവേഴ്സ് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഫലങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇന്ന് അബാക് മീഡിയയിലെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോള് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് യൂട്യൂബ് ചാനൽ നല്ലൊരു രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമാധാനവും സമ്പത്തും എല്ലാം യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരട്ടെ. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പേഴ്സണൽ റീഡിങ്ങോ ഹീലിങ്ങോ എന്തെങ്കിലും ആവശ്യമുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് കൗൺസിലിങ്ങോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം വരട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു.